കാള പറ്റൂ എന്ന് കേൾക്കുമ്പോത്തിന് കയറെടുക്കേണ്ടതില്ല. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അമീർ ചോദ്യം തന്നെയാണ്. മവാഹിബുൽ ലദുനിയയിൽ മഹാനായ ഖസ്തല്ലാനി ഇമാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഫൈസൽ മുസ്ലിയാരും അംഗീകരിച്ചിട്ടുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ഖിയാസിനെ ഫൈസൽ മുസ്ലിയാർ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ 4 റുക്നുകൾ വേണം എന്നാണ് പറഞ്ഞത്. എണ്ണിത്തരാം. ഒന്നാമത് മഖീസ് വേണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാണ്. മഖീസ് അലൈഹി വേണം. അത് വിശുദ്ധ ഖുർആനിന്റെ നുസൂലാണ്. ഇനി അതിൽ വേണ്ടത് ഹുക്മ് വേണം. ഹുക്മ് അതിനേക്കാൾ അഫ്ളലിയത്ത് എന്നൊരു ഹുക്മാണ് അവിടെയുള്ളത്. ഇനി അതിനുള്ളിൽ ഒരു ജാമിഅ് വേണം. ജാമിഅ് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് ഇത് പവിത്രതയുണ്ടോ ഇല്ലേ എന്നതാണ്. അതിന് അഫ്ളലിയത്തുണ്ടോ ഇല്ലത എന്നതാണ് അവിടെയുള്ള ജാമ്യവും എന്ന് നമ്മൾ വിശദീകരിച്ചു. 4 റുക്കനുകളും ഉണ്ട്. ഇനി ഈ പറഞ്ഞത് ഖസ്തല്ലാന്റെ കിതാബ് എന്ന് വായിക്കും. ഈ പറഞ്ഞ ഖിയാസ്, മഖീസ് അലൈഹിം, ഇല്ലത്തും ഹുക്മും ഒക്കെ ഖസ്തല്ലാനിയുടെ കിതാബിൽ നിന്ന് അമീർ വായിക്കണം. ഇവിടെ അമീറിന്റെ വക പോരാ. ഇതിപ്പോ എന്റെ ഖിയാസാണ്. നിങ്ങളുടെ ഖിയാസ് ഇവിടെ നടക്കൂല. ഖസ്തല്ലാനി ഞാനിത് ഖിയാസ് നടത്തിയിരിക്കുന്നു, ആ ഖിയാസിന്റെ ഇല്ലത്ത് ഇതാണ്, ആ ഖിയാസിന്റെ ഹുക്ം ഇതാണ് എന്ന് ഖസ്തല്ലാനിയുടെ മവാഹിബിൽ നിന്ന് വായിക്കണം. ഇനി നിങ്ങൾ അത് വായിച്ചിട്ട് അടുത്ത ചോദ്യം ചോദിച്ചാൽ അത് വായിക്കും. ഖസ്തല്ലാനി റഹ്മഹുള്ളയുടെ വാക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ അവിടേക്ക് വരണം. അവിടുന്ന് വായിച്ചാൽ ചോദ്യം ചോദിക്കുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് ഇവിടുന്ന് വായിക്കൂല. വായിക്കണം എന്നുണ്ടെങ്കിൽ അവിടേക്ക് വന്നാൽ വായിച്ചു തരാം. അതിനെ ഞാൻ പറയാം. ആ ഖസ്തല്ലാനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഖസ്തല്ലാനി എവിടെ പറഞ്ഞിട്ടുണ്ട്? അൽ മവാഹിബുൽ ലദുനിയയിൽ പറഞ്ഞിട്ടുണ്ട്. ഖസ്തല്ലാനിയുടെ കിതാബിൽ ഈ ഹുക്കുമോ അല്ലെങ്കിൽ ഇതാണ് ഹുക്കുമോ എന്ന് ഖസ്തല്ലാനി പറഞ്ഞിട്ടുണ്ട്. വായിക്കണം എന്നുണ്ടെങ്കിൽ അവിടേക്ക് വരാം. ഈ കണ്ട വർത്താനൊക്കെ അമീറിന് അവിടുന്ന് പറയാം. ഖസ്തല്ലാനിന്റെ കിതാബെന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു 2 വരി വായിക്കണം, ഇങ്ങോട്ട് വരണം. അമീറിന് മാന്യമായിട്ട് ഞാൻ 10 മിനിറ്റ് സമയം തന്നപ്പോ ആ കാര്യം വായിച്ചത് വിശദീകരിക്കേണ്ടതിന് പകരം അമീറിന്റെ വർത്താനം പറഞ്ഞു പോയി. ഇപ്പോഴും ഈ പരിപാടി ഏറ്റവും ഭംഗിയായി നടക്കുന്നതിന് വേണ്ടി അമീറിനിതാ ഈ ഖസ്തല്ലാനിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കാൻ 2 മിനിറ്റ് സമയം ഞാൻ നൽകുകയാണ്. അവിടുന്ന് വായിച്ചോളൂ, അത് നൽകുകയാണ്. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ വായിക്കാം. കാരണം സാധനം എന്നോട് വായിക്കാൻ വേണ്ടിയിട്ട് സാധനം കൊണ്ടുവന്നിട്ടില്ല. കാരണം മുഖാമുഖത്തിൽ ഉത്തരം പറയുന്ന ഒരു പരിപാടി ആദ്യമായിട്ട് കാണാം. ഓക്കെ. അമീറിന്റെ കയ്യിൽ ആ സാധനം ഇല്ല, മൂപ്പർക്ക് അത് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെ ലാപ്പ് കൊടുക്കണം എന്നതാണ് അമീർ പറയുന്നത്. അമീർ മുസ്ലിം റെഡിയാണല്ലേ? ആ മുഹമ്മദ് അവിടുന്ന് വായിച്ചാൽ മതി. നിങ്ങൾ ഗ്രന്ഥം കൊടുത്തല്ല, അവിടുന്ന് വായിച്ചോളൂ. എന്താ ഇത്ര അടങ്ങാറ്? എവിടുന്ന് വായിച്ചാലും ഗ്രന്ഥത്തിലുള്ളത് വായിക്കാലോ. എന്താണ് അമീർ മുസ്ലിയാർ നിങ്ങൾക്ക് ഒരു അവസരം തന്നിട്ട് അത് ഉപയോഗപ്പെടുത്താത്തത് എന്താ? വായിക്കാനാണ് വായിച്ചോളൂ, നിങ്ങൾ സമയമെടുത്ത് വായിച്ചോളൂ. അവിടെ നിന്ന് വായിക്കോളൂ. എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താ വാശി പിടിക്കണേ? അമീർ മുസ്ലിം ദീനിന്റെ കാര്യല്ലേ, വാശിന്റെ കാര്യമാണോ? ആയിക്കോട്ടെ. അവിടുന്ന് വായിച്ചാലും ഇവിടുന്ന് വായിച്ചാലും ഉള്ളതാണെങ്കിൽ തെളിയും. ഈ ബോക്സ് കൂടി തന്നെയാണ് സൗണ്ട് വരിക. ഒരു മിനിറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം വായിക്കാൻ ഇവിടുന്ന് വായിക്കാൻ തയ്യാറാണ്, പക്ഷെ അതിനിടയിൽ മൈക്ക് വലിക്കരുത്. ഇല്ലല്ല, അദ്ദേഹം പറയുന്നത് പൂർത്തിയാക്കാനുള്ള അവസരം കൊടുക്കണം. ആയിക്കോട്ടെ. ഒരു മിനിറ്റ്. മുഹമ്മദ് അമീർ മുസ്ലിം ഒന്ന് കേൾക്കാം. ഖസ്തല്ലാനിയുടെ ആ ഉദ്ധരണി വായിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? അമീർ മുസ്ലിം പറയണം. മഖീസുലിലെ ഈ ഇല്ലത്ത് അത് വായിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? 8 മിനിറ്റ് വേണം. 8 മിനിറ്റ് അനുവദിച്ചു തന്നിരിക്കുന്നു. നമ്മള് വിഷയം 10:02 10:10 അമീർ മുസ്ലിയാർ ആ മഖീസുലിലെയും ഇല്ലത്തും വായിക്കണം, ഹുക്കുമും. നമ്മൾ ചർച്ച ചെയ്ത് എത്തിയിട്ടുള്ളത് വായിക്ക ചർച്ച ഇല്ല, വായിച്ചാ മതി. വായിച്ചാ മതി. إذا قلنا بأنه عليه السلام ولد ليلة فأيما أفضل ليلة القدر أم ليلة مولده عليه السلام? അർത്ഥം വെക്കുന്നുണ്ട്, കാരണം സാധാരണക്കാർക്കൊക്കെ മനസ്സിലാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയാണല്ലോ ജനിച്ചത്.
ഫഅയ്യുമാ അഫ്ളലു, അതിൽ ഏതാണ് അഫ്ളല്? ലൈലത്തുൽ ഖദ്രി ഔ ലൈലത്തു മൗലിദിഹി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭുജാതനായ ആ രാത്രിയാണോ അതല്ല ലൈലത്തുൽ ഖദ്റാണോ അഫ്ളല്? ഉജീബ ബിഅന്ന ലൈലത മൗലിദിഹി അലൈഹിസ്സലാം അഫ്ളലു മിൻ ലൈലത്തുൽ ഖദ്രി, അത് ലൈലത്തുൽ ഖദ്റിനേക്കാൾ ഏറ്റവും പവിത്രതയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാത്രിയാണ്. മിൻ സലാസതി വുജൂഹിൻ, 3 കാരണങ്ങളാണുള്ളത്. അഹദുഹ, ഒന്നാമത്തത് അന്ന ലൈലത്തൽ, ഇത് ഖുർആനോ സുന്നത്തോ ഇജ്മാഅോ അല്ല പറയുന്നത്, ഖീലയല്ല പറയുന്നത്, ഇത് പറയുന്നത് ഖിയാസാണ്. അഹദുഹുമാ, ഒന്നാമത്തേത് അന്ന ലൈലത്തൽ മൗലിദി ലൈലത്തുൽ ളുഹൂരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പറഞ്ഞ കാരണം തന്നെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നു. വലൈലത്തുൽ ഖദ്രി മുഅ്താദുൽ ലഹ്, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് റസൂലുള്ളാഹിക്ക് നൽകിയ രാത്രിയാണ്. ആ റസൂലുള്ള ജനിച്ച രാത്രിയാണ് ലൈലത്തുൽ മൗലിദ്. റസൂലുള്ളാഹിക്ക് താബിയായി വരുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. വമാ ശറഫു ബിളുഹൂരി ദാത്തിൽ മുശ്രിഫി മിൻ അജ്ലിഹി അശ്റഫു മിമ്മാ ശറഫ ബിനസബി മാ ഉഅതിയ. എന്തൊരു പദപ്രയോഗം മഹാനായ ഇമാം ഖസ്തലാനി റഹിമഹുള്ള നടത്തുന്നത്. വമാ ശറഫു ബിളുഹൂരി ദാത്തിൽ മുശ്രിഫി മിൻ അജ്ലിഹി, യഥാർത്ഥ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന രാത്രിക്ക് റസൂലുള്ളാഹിക്ക് നൽകപ്പെടുന്ന മറ്റൊരു രാത്രിയേക്കാൾ എന്തായാലും പ്രതിഫലമുണ്ടാകുമല്ലോ. അതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. ഖീലയല്ല പറയുന്നത്, ഖീലയല്ല, വലാ നിസാഅ ഫീ ദാലിക, തർക്കമില്ല. ഫകാനത് ലൈലത്തുൽ മൗലിദി, അതിന്റെ നതീജയാണ് പറയുന്നത്, ഇപ്പോൾ വിശദീകരിച്ചതിന്റെ നതീജ. ഫകാനത് ലൈലത്തുൽ മൗലിദി അഫ്ളലു മിൻ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനേക്കാൾ പവിത്രതയുള്ള രാത്രിയായി മാറിയല്ലോ. ഒന്നാമത്തെ കാരണം ഇവിടെ അവസാനിക്കുന്നു. ഇനി രണ്ടാമത്തെ കാരണത്തിലേക്ക്. വസാനി, അസാനി, വാവില്ലട്ടോ, അസാനി, രണ്ടാമത്തേത് അന്ന ലൈലത്തുൽ ഖദ്രി ശുരിഫത് ബിനുസൂലിൽ മലായികത്തി ഫീഹാ, ലൈലത്തുൽ ഖദ്റിനുള്ള പവിത്രത എന്തേ? മലായികത്ത് ഇറങ്ങിയതാണ്. വലൈലത്തുൽ മൗലിദി ശുരിഫത് ബിളുഹൂരിഹി, ഐനുർ റഹ്മത്തായ റസൂലുള്ള ഇറങ്ങിയതാണ്. ലൈലത്തുൽ ഖദ്റിനുള്ള പവിത്രത തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, അതിൽ മലായികത്ത് ഇറങ്ങും, അതിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങും. അതാണ് ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത. എന്നാൽ ലൈലത്തുൽ മൗലിദിന്റെ പ്രത്യേകത എന്തേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാളും പവിത്രതയുള്ള ഐനുർ റഹ്മത്തായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുന്നതിന് ഒരു ഇത്ര പവിത്രതയുണ്ടെങ്കിൽ റസൂലുള്ള ജനിക്കുന്നതിന് എത്ര പവിത്രതയുണ്ട്? അൽ ഖിയാസു മഅൽ ഔലവിയ എന്ന് ജംഇൽ പറയും ഇമാം സുബ്കി തങ്ങളുടെ കിതാബിൽ. വമൻ ശുരിഫത് ബിഹി ലൈലത്തുൽ മൗലിദി അഫ്ളലു മിമ്മൻ ശുരിഫത് ബിഹിം ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന് കിട്ടിയ പവിത്രത ഇവരെ കൊണ്ട് നേടിയതാണെങ്കിൽ ഒറ്റ റസൂലുള്ള മതി അവരെക്കാൾ സ്നാനം ലഭിക്കാൻ. അലൽ അസഹിൽ മുർത്തദ, ഖീലയല്ല, അലൽ അസഹിൽ മുർത്തദ, ഏറ്റവും തൃപ്തിപ്പെടുന്ന അസഹ് പ്രകാരം ഏറ്റവും ശരി അതാണ്. ഫതകുനു ലൈലത്തുൽ മൗലിദി അഫ്ളലു, അതിന്റെ നതീജ രണ്ടാമത്തെ കാരണത്തിന്റെ നതീജ അപ്പോൾ ലൈലത്തുൽ മൗലിദ് അഫ്ളലാവും. അസ്സാലിസു, 2 കാരണം കഴിഞ്ഞു. മൂന്നാമത്തെ കാരണത്തിലേക്ക് കടക്കുകയാണ്. സമയമില്ലല്ലോ, ഇല്ല. അസ്സാലിസു, മൂന്നാമത്തേത് അന്ന ലൈലത്തുൽ ഖദ്രി വഖഅ ഫിഹാ തഫദ്ദുലു അലാ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലൈലത്തുൽ മൗലിദി ശരീഫ് വഖഅ തഫദ്ദുലു ഫിഹാ അലാ സായിരിൽ മൗജൂദാത്ത്. വല്ലാത്ത പദപ്രയോഗമാണ്. ലൈലത്തുൽ ഖദ്റിൽ നമുക്ക് കിട്ടിയത് ഈ ഉമ്മത്ത് മുഹമ്മദിയക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. പക്ഷേ ഐനുർ റഹ്മത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കിട്ടിയ റഹ്മത്ത് അലാ സായിരിൽ മൗജൂദാത്ത്, ഈ അണ്ടകടാഹങ്ങൾക്കും ഈ കടകുമണിക്കു വരെ കിട്ടിയ റഹ്മത്താണ്. ലൈലത്തുൽ ഖദ്ർ ഈ ഉമ്മത്തിന് മാത്രം കിട്ടിയതാണ്. എന്നാൽ അറിയണോ, ലൈലത്തുൽ മൗലിദ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നല്ല, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകത്തുള്ള മുഴുവനും ലഭിച്ച അനുഗ്രഹമാണ്.
وقع التفضل بها على سائر الموجودات فهو الذي بعثه الله عز وجل رحمة للعالمين. الله റഹ്മത്തായി ഇറക്കിയതാണ്. ഫഅമ്മത് ബിഹിൻ നിഅമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിഅമത്ത് ലഭിച്ചിട്ടുണ്ട്. അലാ ജമീഇൽ ഖലായിഖി ലോകം ഒന്നടങ്കം വീണ്ടും ആവർത്തിക്കുന്നു. ഫകാനത് ലൈലത്തുൽ മൗലിദി അഅമ്മ നഫ്ആ അതുകൊണ്ട് തന്നെ ലൈലത്തുൽ മൗലിദിന് നന്നായിട്ടുള്ള ഉപകാരമുണ്ട്. ഫകാനത് അഫ്ളല വീണ്ടും നതീജ അത് തന്നെ അഫ്ളൽ. 3 കാരണങ്ങൾ എണ്ണി എന്നതിന് ശേഷം ഇമാം ഖസ്തല്ലാനി റഹിമഹുള്ള പറയുന്നു ഫയാ ശഹ്റാ ഖീലയല്ല ഫയാ ശഹ്റാ മാ അശ്റഫ എന്തോരു പവിത്രതയുള്ള മാസം. ദിവസം മാത്രമല്ല മാസം മുഴുവൻ നിങ്ങൾ ആഘോഷിക്കണേ. ഫയാ ശഹ്റാ മാ അശ്റഫ വഔഫറ ഹുർമതി ലയാലിയ അതിന്റെ ഒരു രാത്രി മാത്രമല്ല അതിന്റെ എല്ലാ രാത്രികൾക്കും എന്തോ ഒരു പ്രതിഫലമാണുള്ളത്. അത് മാലകളിലെ മണിമുത്തുകൾ പോലെയാണ്. ആ ദിവസങ്ങൾ മാലകളിലെ മണിമുത്തുകൾ പോലെയാണ് എന്ന് ഇമാം ഖസ്തലാനി റഹിമഹുല്ലാ ഖീലയല്ല പറയുന്നത്. വയാ വജ്ഹ എന്തോ ഒരു വയാ വജ്ഹൻ മാ അശ്റഫു മിൻ മൗലൂദ് അന്ന് ജനിച്ച പ്രവാചകൻ എത്ര പരിശുദ്ധം. ഫസുബ്ഹാന മൻ ജഅല മൗലിദുഹു ലിൽഖുലൂബി റബീഅ വഹുസ്നുഹു ബദീഅ. അതിനുശേഷം ഒരുപാട് കവിതകൾ ഉദ്ധരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് 3 കാരണങ്ങൾ. സമയം കഴിഞ്ഞോ? 3 കാരണങ്ങളാണ് മഹാനായ ഇമാം ഖസ്തലാനി റഹിമഹുല്ലാ ഈ രാത്രിക്ക് പവിത്രതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അമീറിന് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് തന്ന 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വല്ലാത്ത പദപ്രയോഗം. പക്ഷേ ഖിയാസ് എന്ന പദമില്ല. തെളിഞ്ഞല്ലോ? ഞാൻ എപ്പോഴും വായിക്കാതല്ലോ. ഞാൻ തീർത്ത് പറഞ്ഞു എന്ത് ആ കിതാബില് ഖിയാസ് എന്ന പദമേ ഇല്ലാന്ന് കിതാബ് കാണാതെ പറഞ്ഞു. എന്നിട്ട് അമീറിന്റെ വകന്ത് ഖിയാസും ബിൽ ഔലവിയ്യാന്ന് പറയും. ജമ്മല്ല ചോദിച്ചത്, ഇവിടെ ചോദിച്ചത്. അവെങ്ങനെ വായിക്കുക? പക്ഷെ കിട്ടണ്ടേ? ഇതാണ് അമീർ ഇല്ല. അത് നേരത്തെ പറഞ്ഞത് അങ്ങനത്തെ വാക്കേ അതിലില്ല. ഖിയാസ് എന്ന പദമേ ഇല്ല, മഖീസ് എന്ന പദമേ ഇല്ല, മഖീസ് അലൈഹി എന്ന പദമേ ഇല്ല, ഹുക്മ് എന്ന പദമേ ഇല്ല, ഇല്ലത്ത് എന്ന പദമേ ഇല്ല. ഖിയാസ് 4 റുക്നും അവിടെ പരാമർശിക്കപ്പെട്ടിട്ടേ ഇല്ല. നിങ്ങൾ പറഞ്ഞതാ 8 മിനിറ്റ് വേണമെന്ന്. ആ 8 മിനിറ്റും തന്നു. എന്നിട്ട് അതുവരെ വായിച്ചിട്ട് ഖിയാസ് എന്നൊരു വാക്ക് ഇല്ല, വായിച്ചിട്ടില്ലല്ലോ. ഇതാ നിങ്ങൾ എന്ത് കൊടുത്താലും അതൊക്കെ ഞങ്ങൾക്ക് അറിയാം മുസ്ലിയാരെ. വലിയ അലിമീങ്ങായതുകൊണ്ടല്ല, വലിയ ഇൽമുണ്ടായതുകൊണ്ടല്ല. പക്ഷെ നിങ്ങൾ എന്താ കൊണ്ടാണ് ഇൽമു ഞങ്ങൾ എത്തുണ്ട്. അതുകൊണ്ട് ഞാൻ തീർത്തു പറയതാ ഇവിടെ ബോധ്യമായിരിക്കുന്നു. ഈ നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യമായി അമീർ മുസ്ലിയാർ ഇങ്ങനെ നല്ലത്, ഇങ്ങനെ ഏറ്റവും നല്ലതാ കൂക്കിയാണ് ജയിക്കുക. അത് അബൂലഹബിന്റെ പാർട്ടിന്റെ സ്വഭാവ. അവസാനം നിങ്ങൾക്ക് വിജയിക്കാൻ ഏറ്റവും എന്താണ് ഒച്ചപ്പാടുണ്ടാക്കിക്കൊള്ളുകയാണ്. അപ്പൊ ഏതായിരുന്നാലും അമീർ മുസ്ലിയാർ കിതാബിന്റെ പേര് പറഞ്ഞപ്പോഴേ ഞാൻ ഇവിടുന്ന് പറഞ്ഞു ആ കിതാബിൽ ആ വിഷയം പറഞ്ഞെടുത്ത് ഖിയാസ് എന്ന പദമേ ഇല്ല. ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇപ്പൊ നിങ്ങൾ വായിച്ചതിലോ ഇനി താഴെ വായിക്കാനുള്ളതിലോ മുകളിൽ വായിക്കാനുള്ളതിലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞെടുത്ത് ഖിയാസ് എന്ന പദമേ ഇല്ല. മഖീസ് എന്ന റുക്കിനെ പറഞ്ഞില്ല, മഖീസ് അലൈഹി എന്ന റുക്കിനെ പറഞ്ഞില്ല, അതേപോലെ ഇല്ലത്ത് എന്ന റുക്കിന് പറഞ്ഞില്ല, ഹുക്മ എന്ന റുക്കിന് പറഞ്ഞില്ല. അതാണല്ലോ ഖിയാസ്. നസ്സുൻ സ്വരീഹി വന്നതിലേക്ക് നസ്സുൻ സ്വരീഹി വരാത്തതിന് ഇല്ലത്തിൽ തുല്യമായതുകൊണ്ട് ഹുക്മ ജാമിയാക്കി മാറ്റുക. അതാണല്ലോ ഖിയാസ്. ആ ഖിയാസ് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് വായിച്ചപ്പോ അമീർ മുസ്ലിയാക്കും തന്നെ കൊണ്ടുവരാൻ പോയ ആവേശം കൊണ്ടുവന്ന് വായിച്ചപ്പല്ല. വല്ല കാര്യത്തിൽ പോയി ആദ്യം പറഞ്ഞു ലാപ്ടോപ്പ് കിട്ടിയാൽ മതി, ലാപ്ടോപ്പ് കിട്ടിയപ്പോ ഇതില്ല. ശരി പോയി കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നാണ്ട് പോയ ആവേശം കണ്ടില്ല. വയനാട്ടിലേക്ക് പോയ പോലെ വയനാട്ടിൽ പോയി എങ്ങനെ പോയി വയനാട്ടിൽ കയറി വന്നപ്പോഴോ വയനാട്ടിൽ നിന്ന് എന്ന് വന്നപ്പോൾ എപ്പ വായന. അതുകൊണ്ട് മുസ്ലിയാരെ 8 അല്ല 80 മിനിറ്റ് വായിച്ചാലും ശരി, 8 മണിക്കൂർ വായിച്ചാലും ശരി, ഇതാ നിങ്ങൾ 5ാമത്തെ കളവ് മവാഹിബിന്റെ പേരിൽ.
ഒന്ന് അള്ളാഹുവിന്റെ കിതാബിന്റെ പേരിൽ കളവ് പറഞ്ഞു, അള്ളാഹു റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞു, സ്വഹീഹ് ബുഖാരി ഇല്ലാത്ത നിങ്ങൾ കൂട്ടിച്ചേർത്തു, അബൂലഹബിന്റെ പേരിൽ കളവ് പറഞ്ഞു, അവസാനം മവാഹിബുൽ ലദുന്നിയയുടെ പേരിലും നിങ്ങൾ കളവ് പറഞ്ഞു. അതുകൊണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ കളവുമായി നിങ്ങൾക്ക് പോകാം. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് ആവശ്യമില്ല, മുസ്ലിമീങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ എന്താ അയാളോട് പറയത് വായിച്ചു കൊടുക്കാൻ 8 മിനിറ്റ് കൊടുത്തിട്ട് ഖിയാസുള്ള വാക്ക് അയാൾ കയ്യൂല. അങ്ങനെ ഇടങ്ങാറാക്കണ്ട, ആ സാധനം ഇടങ്ങാറാക്കണ്ട. അയാളെ കൊണ്ട് വായിക്കാൻ കഴിയൂല. ഉള്ളതല്ലേ വായിക്കുക. നിങ്ങൾ പോയിട്ട് പള്ളിക്ക് ഉസ്താദ് ചോദിക്കും, പള്ളി ഉസ്താദ് ചോദിക്കും, ഉസ്താദേ ഈ കിതാബിന് ഖിയാസ് എന്നുള്ള വാക്കുണ്ടോ, മഖീസ് എന്ന വാക്കുണ്ടോ ചോദിക്ക്. ഒരു പദപ്രയോഗം പോലുമില്ല. അതുകൊണ്ട് ഈ നിലക്കാണ് മുസ്ലിയാക്കന്മാർ സമൂഹത്തെ വഞ്ചരാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇതെമ്പാടും മതി. ചുരുക്കത്തിൽ നബിദിനാഘോഷം അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ല, അവന്റെ റസൂലിന് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പരിചയമില്ല. 4 നൂറ്റാണ്ട് കാലം രചിക്കപ്പെട്ട ലക്ഷത്തോളം ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. മുദഫർ രാജാവ് എന്ന രാജാവാണ് ഇതുമായി കടന്നു വന്നത്. ഇസ്ലാമികമായി യാതൊരു ബന്ധവുമില്ല. ഈ വക പുത്തനാചാരം, ഈ ബിദ്അത്ത്, ഈ വലാലത്ത്, ഈ വഴികേട് ഇത് അനിസ്ലാമികം തന്നെ എന്ന് പകൽ വെളിച്ചം പോലെ ഇവിടെ ബോധ്യമായിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് സത്യം മനസ്സിലാക്കി അത് പിൻപറ്റാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.